വേട്ടപ്പരുന്തുകൾ, പ്രാപ്പിടീനുകൾ ഇവയെല്ലാം ഫാൽക്കണുകൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അറബ് നാട്ടിൽ പ്രത്യേകിച്ച് ഫാൽക്കണുകളെ കൂടാതെ ഒരു കാഴ്ചയുണ്ടാകില്ല. അറബികളുമായി അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ പക്ഷികൾ. ഈ പക്ഷികളെ പരിശീലിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട് ബഹ്റിനിൽ, ഡോക്ടർ മുഹമ്മദ് ഷഹീർ. അറബ് നാടുകളിലെ രാജകീയ പക്ഷിയാണ് ഫാൽക്കൺ. അറബ് സാഹസികതയുടെ പര്യായമായ ഫാൽക്കണുകൾ ദൂരക്കാഴ്ചയിലും വേഗതയിലും ഉയരത്തിലും പറക്കുന്നതിലും മുൻപന്തിയിലാണ്. അറബികളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി ഫാൽക്കണുകൾ മാറിയിരിക്കുന്നു. ഇവയുടെ പരിപാലനവും വേട്ടയാടലിലും പരിശീലനം നൽകുന്ന കാര്യത്തിൽ ബഹ്റിനിൽ അറിയപ്പെടുന്ന പ്രമുഖ വ്യക്തിയായി ഡോക്ടർ മുഹമ്മദ് ഷഹീർ ഷംസുദ്ദീൻ മാറിയിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ഡോക്ടർ മുഹമ്മദ് ഷഹീർ വളർന്നത് ബഹ്റിനിലാണ്. ബഹ്റിനിലും ഇന്ത്യയിലും ഫിലിപ്പീൻസിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഡോക്ടർ ഷഹീർ ഇന്ന് ഫാൽക്കൺ പക്ഷികളെ പരിശീലിപ്പിക്കുന്നതിലും പരിചരിക്കുന്നതിലും സാങ്കേതികമായി അറിവ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. കുട്ടിക്കാലത്ത് സമ്മാനമായി കിട്ടിയ പക്ഷിയും ഭരണാധികാരികൾ കൈകാര്യം ചെയ്യുന്ന ഫാൽക്കണുകളുടെ വീഡിയോകളും ചിത്രങ്ങളും ചെറുപ്രായം മുതൽ തന്നെ ഷഹീറിനെ ആകർഷിച്ചു. MBBS പഠനത്തിനായി ഫിലിപ്പീൻസിൽ എത്തിയപ്പോൾ ലഭിച്ച പരുന്തും കൂടുതൽ പഠനത്തിനും അതുവഴി ഈ മേഖലയിൽ സജീവമാകാനും വഴിതെളിച്ചു. വിശാലമായ ഗ്രൗണ്ടിൽ ദീർഘദൂരം പറത്തിയാണ് പക്ഷികൾക്ക് പരിശീലനം നൽകുന്നത്. 400 മീറ്റർ ദൂരത്തിൽ ഒരറ്റത്ത് കൃത്രിമമായി തയ്യാറാക്കിയ പക്ഷിയുടെ ചുമലിൽ മാംസം കെട്ടിയും ജീവനുള്ള പ്രാവുകളെ ചരടിൽ കെട്ടി ആകാശത്ത് ചുഴറ്റിയെറിഞ്ഞും പ്രാപ്പിഡിയനുകളെ ആകർഷിക്കുന്ന തരത്തിലാണ് പരിശീലനം. പ്രത്യേക തരത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചും വേട്ടയാടാൻ ഇവയെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പീൻസിൽ പൻപാഗ എന്ന ഫാൽക്കണറി ക്ലബ് ആദ്യമായി ആരംഭിച്ച ഡോക്ടർ ഷഹീർ ബഹ്റിനിലും ബഹ്റൈൻ ഫാൽക്കണറി സ്കൂൾ ആരംഭിച്ചു. ഇന്ത്യയെപ്പോലുള്ള നിയമപ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ബഹ്റിനിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഫാൽക്കൺ പരിശീലനത്തിനും മത്സരങ്ങൾക്കുമായി എത്തുന്നത്. നല്ല ക്ഷമ വേണ്ട പണിയാണ് ഫാൽക്കണുകളുടെ പരിശീലനമെന്ന് ഷഹീർ വ്യക്തമാക്കുന്നു. ഒരു ഫാൽക്കണ കിട്ടിക്കഴിഞ്ഞാൽ 24-36 മണിക്കൂർ നമ്മൾ ഇതന്നെ ഇരിക്കുള്ളൂ കണ്ടീഷന്. വെള്ളം ഫാൽക്കണും കൊടുക്കും, ഞാനും കുടിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഭക്ഷണം നമ്മൾ രണ്ടുപേരും കഴിക്കില്ല, നമ്മൾ രണ്ടുപേരും ഉറങ്ങയില്ല. 24-36 മണിക്കൂർ ഉറങ്ങയില്ല, ഒന്നുമില്ല. ലാസ്റ്റ് എങ്ങനെയും ഭക്ഷണം കഴിച്ചെന്ന് ഉറങ്ങിയാൽ മതി, അതിനുവേണ്ടി ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വരുത്തി വെക്കണ വരെ നമ്മ ഇവരെ ടൈം ചെയ്തുകൊണ്ടിരിക്കും. 1986 ഫാൽക്കണുകളുടെ ചികിത്സയ്ക്കായി ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി ബഹ്റിനിൽ സ്ഥാപിച്ചു. ഫാൽക്കണുകൾക്കുള്ള പാസ്പോർട്ട്, ഇൻഷുറൻസ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള സേവനം, ആരോഗ്യ പരിചരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, പ്രതിരോധ ചികിത്സ തുടങ്ങി ഫാൽക്കണുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇവിടെ നൽകുന്നു. GCCയിലെ തന്നെ പരിചയസമ്പന്നരായ ഡോക്ടർമാർ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ രംഗത്ത് ബഹ്റൈൻ ഭരണാധികാരികളുടെ സഹകരണം വളരെ വലുതാണ്. സാഖിർ പാലസിന് സമീപമുള്ള വലിയ മരുഭൂമി ഇന്ന് ഫാൽക്കണുകളുടെ പരിശീലനത്തിനും മത്സരത്തിനുമായി തുറന്നു കൊടുത്തത് ഇതിനുദാഹരണമാണ് എന്ന് മുഹമ്മദ് ഷഹീർ പറയുന്നു. കിങ്ങിന്റെ പാലസിന്റെ അടുത്തുള്ള വലിയൊരു ഡെസേർട്ട് ഉണ്ട്. പെർമിഷൻ ഇല്ലാണ്ട് ആർക്കും ആ ഒരു വലിയ വാസ്റ്റ് ഡെസേർട്ട് ആ ലാൻഡിലേക്ക് ഇറങ്ങാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ പാസ്റ്റ് 3 വർഷമായിട്ട് അതിപ്പോ എല്ലാ ഫാൽക്കണേഴ്സും ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഭരണാധികാരികൾ ഇപ്പോൾ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് ആ സ്ഥലം ഓപ്പൺ ചെയ്ത് തന്നേക്കണം എല്ലാ ഫാൽക്കണേഴ്സുകൾക്കും. എവ്രി വൺ ഇസ് വെൽക്കം, എവ്രി വൺ കൻ ട്രെയിൻ. ഇത്രക്കും സപ്പോർട്ടിലൂടെ ആൾക്കാർ ബഹ്റൈൻ ഫാൽക്കണേഴ്സിനാണ് വേറെ ലെവലിൽ എത്തിയിരിക്കുന്നത്. ഈ വർഷം സത്യം പറഞ്ഞാലും കഴിഞ്ഞ വർഷം ബഹ്റൈനിന് ഫാൽക്കണറി സ്ഥാനം ഇപ്പോൾ ഭയങ്കര ഒരു വലിയൊരു സ്ഥാനമായി മാറിയിരിക്കുന്നത്. ഫാൽക്കണറിക്ക് വേണ്ടി വെരി ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഫണ്ടും നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ ബഹ്റിനിൽ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഫാൽക്കൺ റേസ്, ഫാൽക്കൺ ഹണ്ടിംഗ് എന്നിവയ്ക്കായി ഒരു സ്ഥിരം വേദി ഒരുക്കുകയും ഒപ്പം വരും തലമുറയ്ക്ക് ഫാൽക്കണുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവ് പകർന്നു നൽകുക എന്നതുകൂടിയാണ് തന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ മുഹമ്മദ് ഷഹീർ പറയുന്നു.
അറേബ്യൻ സ്റ്റോറീസിൽ ഞങ്ങൾ കാണിക്കുന്ന കാഴ്ചകൾ കണ്ട് പലരും ആ കാഴ്ചകൾ തേടി പോകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പലരുടെയും ഫേസ്ബുക്ക് പേജുകൾ നോക്കുമ്പോൾ പല ചിത്രങ്ങളും ശ്രദ്ധയിൽപ്പെടാറുമുണ്ട്. അത്തരം ചിത്രങ്ങൾ അന്വേഷിച്ച് ഞങ്ങളും പോകാറുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് ഫോളോ മീ എന്ന പ്രത്യേക സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വ്യക്തികളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം. അറേബ്യൻ സ്റ്റോറീസിൻ്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ www.mathrubhuminews.in സന്ദർശിക്കുക. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.